വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. എൻവലപ്പുമായി ബന്ധപ്പെട്ട ചില ഒബ്സർവേഷൻസ് ആയിരുന്നു നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത ഒബ്സർവേഷൻ നമ്മളൊരു തിയറമായിട്ട് കോട്ട് ചെയ്തിരുന്നു, വിച്ച് ഈസ് ആക്ച്വലി ഫോർ എ ഗിവൺ കർവ് ദ എവല്യൂട്ട് ഈസ് ആക്ച്വലി ദ എൻവലപ്പ് ഓഫ് ദ നോർമൽസ് എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ. ഇനി എൻവലപ്പുമായി ബന്ധപ്പെട്ട പുതിയൊരു ഒബ്സർവേഷനാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദ ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ എൻവലപ്പാണ് ഈ പരാബോള എന്ന് പറയുന്നത്. ഒബ്സർവ് ദാറ്റ് ഈ ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഈ എൻവലപ്പ് എടുക്കുമ്പോൾ ആ എൻവലപ്പ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ എല്ലാ സ്ട്രെയിറ്റ് ലൈൻ്റെയും ഏതെങ്കിലും ഒരു പോയിൻറ്റിനെങ്കിലും ടച്ച് ചെയ്തിരിക്കും. ഓക്കെ, so this envelope touches every curve or every straight lines in the family. Now the natural question is, can this be extended onto any given curve? ഏതൊരു കേർവ് എടുത്തെന്ന് പറഞ്ഞാലും ആ ഫാമിലി ഓഫ് കേർവ്സിൻ്റെ എൻവലപ്പ് കൺസിഡർ ചെയ്താൽ ആ എൻവലപ്പ് ആ എല്ലാ ഫാമിലി ഓഫ് കേർവ്സിൻ്റെ എല്ലാ പർട്ടിക്കുലർ കേർവിനെയും ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നാച്ചുറലി നമ്മുടെ ചോദ്യം. അപ്പം ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ ദ റിസൾട്ട് ഈസ് ദിസ് ഈസ് ആക്ച്വലി ട്രൂ ഫോർ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോണിക്സ്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്ത പരാബോള, ഹൈപ്പർബോള തുടങ്ങിയ കോണിക്സിനും സ്ട്രെയിറ്റ് ലൈൻസിനും ഈ റിസൾട്ട് ജനറലി ട്രൂ ആണ്. പക്ഷേ എല്ലാ കർവ്സിൻ്റെ കേസിലും എല്ലാ കർവിൻ്റെ എൻവലപ്പും അതിൻ്റെ എല്ലാ കർവിനെയും ടച്ച് ചെയ്യണമെന്ന് ജനറലി നിർബന്ധമില്ല. ഇത് സ്ട്രെയിറ്റ് ലൈൻസിനും കോണിക്സിനും ട്രൂ ആണെന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോണിക്സ്, ദ എൻവലപ്പ് ടച്ചസ് എവരി പോയിൻറ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ കർവ്സ്. സോ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഒബ്സർവേഷൻ ഇതാണ്. നമുക്കറിയാം, ഏതൊരു കേർവ് എടുത്താലും ആ കേർവിൻ്റെ ടാൻജൻസ് കേർവിനെ ടച്ച് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഈ കേർവിനെ ഒരു കേർവ് എടുത്താൽ കേർവിൻ്റെ ടാൻജൻറ്റ് ആ കേർവിനെ ടച്ച് ചെയ്യും. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻവലപ്പിൻ്റെ പോയിൻറ്സും അല്ലെങ്കിൽ എൻവലപ്പിനും അല്ലെങ്കിൽ നമ്മുടെ കേർവിനും കോമൺ ആയിട്ട് പോയിൻറ്സ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എൻവലപ്പിൻ്റെ ടാൻജൻറ്റും നമ്മുടെ ഇൻഡിവിജ്വൽ കേർവിൻ്റെ ടാൻജൻറ്റും സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ടാൻജൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ ടാൻജൻറ്റ് ഓൾവേസ് ടച്ചസ് ദ കർവ്. ഓക്കെ, അപ്പോൾ എൻവലപ്പിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ആ ടാൻജൻറ്റ് എൻവലപ്പിൻ്റെ ഒരു പോയിൻറ്റിനെ ടച്ച് ചെയ്യും. ആ ടാൻജൻറ്റ് തന്നെയാണ് കേർവിൻ്റെ ടാൻജൻറ്റ് എന്നൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് അത് കേർവിനെയും ടച്ച് ചെയ്യും, ടാൻജൻറ്റ് എൻവലപ്പിനെയും ടച്ച് ചെയ്യും. വിച്ച് മീൻസ് കേർവിനും എൻവലപ്പിനും കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് ടാൻജൻറ്റ് പാസ് ചെയ്യുന്ന പോയിൻറ്റ്സ്. വിച്ച് മീൻസ് എൻവലപ്പ് കേർവിൻ്റെ ഒരു പോയിൻറ്റിലെങ്കിലും ടച്ച് ചെയ്തേ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എൻവലപ്പിൻ്റെ ടാൻജൻറ്റും ആക്ച്വലി കേർവിൻ്റെ ടാൻജൻറ്റും സെയിം ആണ് എന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടാൻജൻറ്റ് സെയിം ആയതുകൊണ്ട് അതിന് രണ്ടിനും കോമൺ ആയി പോയിൻറ്റ്സ് ഉണ്ട്. വിച്ച് മീൻസ് എൻവലപ്പ് എല്ലാ കേർവിനെയും ടച്ച് ചെയ്യും. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് ദ പ്രൂഫ്. സോ നമുക്കതിനെ റിസൾട്ടായിട്ട് നമ്മുടെ ഐഡിയയെ നമുക്ക് റിസൾട്ടായിട്ട് കോട്ട് ചെയ്യാം. സോ തിയറം the envelope of the family of straight lines straight lines all of conics touches each member of the family. നമ്മളൊരു ഫാമിലി ഓഫ് കർവ്സ്, ആ ഫാമിലി എന്ന് പറയുന്നത് ഒന്നുകിൽ കോണിക്സ് ആണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇതിൻ്റെ എൻവലപ്പ് കൺസിഡർ ചെയ്താൽ ആ എൻവലപ്പ് അതിൻ്റെ എല്ലാ കർവ്സിനെയും ടച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ, നമ്മൾ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. സോ നമ്മൾ ആദ്യം ഇതിൻ്റെ എൻവലപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ അതിനു വേണ്ടി we are moving on to the proof part.
ഓക്കെ. സോ നമുക്ക് എൻവലപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഗിവൺ കർവ് എടുക്കണം. ആ കർവിൽ നിന്ന് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്നുള്ള കർവിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ആൽഫ ഈസ് ഈക്വൽ ടു 0 ബി ദ ഇക്വേഷൻ ഓഫ് ദ കർവ്, ബി ദ ഫാമിലി ഓഫ് കർവ്സ്. അതിൻ്റെ എൻവലപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫാമിലി ഓഫ് കർവ്സ്. Okay. Now to obtain envelope, consider ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് എഫ് ആൽഫ, അതിനെ എഫ് ആൽഫ ഓഫ് എക്സ് വൈ alpha is equal to 0. Okay, so this is equation number 1, this is equation number 2. ഇനി രണ്ടിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടിൽ നിന്ന് സോൾവ് ചെയ്ത് നമ്മൾ ഒന്നുകിൽ ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആൽഫയിലൂടെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ ചെയ്യുക. ഓക്കെ, സോ ബൈ സോൾവിങ് ഇക്വേഷൻ 1 and 2 we get, നമ്മളിതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു സം ഫൈ ഓഫ് ആൽഫ, വൈ ഈസ് ഈക്വൽ ടു സം സൈ ഓഫ് ആൽഫ, വിച്ച് ഈസ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ എൻവലപ്പ്. ഓക്കെ, സോ ഇവിടെ എക്സിനെയും നമ്മൾ സൈഡ് ടേംസിലാക്കി, വൈയെ നമ്മൾ സൈഡ് ടേംസിലാക്കി. ഈ എക്സ് വൈ കോമ്പിനേഷനാണ് നമ്മുടെ എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എൻവലപ്പിൻ്റെ ടാൻജൻറ്റും കർവിൻ്റെ ടാൻജൻറ്റും ഈസ് ആക്ച്വലി സെയിം എന്നാണ് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് ടാൻജൻസ് സെയിം ആകണമെങ്കിൽ അതിൻ്റെ സ്ലോപ്സ് സെയിം ആകണം. സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടെത്തണം, കാരണം ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിലാണ് നമ്മൾ സ്ലോപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഈ എക്സ് വൈ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1 and 2 സോൾവ് ചെയ്യുമ്പോഴാണ്. അതായത് ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ് ഈ എക്സും വൈയും, ഇക്വേഷൻ നമ്പർ 2ൻ്റെയും സൊല്യൂഷനാണ് ഈ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. നമുക്ക് ടാൻജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ എഴുതി, വൈയെയും വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ എഴുതി. സോ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ. നമ്മൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് വൈ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എക്സും ഇപ്പോൾ ആൽഫയുടെ ടേംസിലാണ്, വൈയും ആൽഫയുടെ ടേംസിലാണ്. ഓക്കെ, നൗ differentiate this one with respect to alpha. Keep in mind that here x and y are functions of alpha. Okay, so നമ്മൾ ആദ്യം എഫിനെ വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി എഫ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. ഓക്കെ, സോ ബൈ ചെയിൻ റൂൾ വെച്ചിട്ട് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൽഫ. എക്സും വൈയും ആൽഫയും ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി ആദ്യം എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ കാണുക, എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ കാണുക. ഇത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് കാണുക. സിമിലർലി ഇത് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ആൽഫ. ദിസ് ഈസ് ഡോ എഫ് ബൈ ഡോ ആൽഫ ഡി ആൽഫ ബൈ ഡി ആൽഫ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കാണുക, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കാണുക, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കാണുക. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് നമുക്ക് ഡെറിവേറ്റീവായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തും വിത്ത് റെസ്പെക്ട് ടു ആൽഫ. ഇവിടെ എഫ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെ ആൽഫയുടെയും ടേംസിലാണ്. നമ്മൾ കണ്ടുപിടിച്ച അനുസരിച്ച് എക്സും വൈയും ആൽഫയും വിത്ത് റെസ്പെക്ട് ടു ആൽഫയുടെ വേരിയബിൾസ് ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് വെച്ചാൽ എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ കാണുക ടൈംസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആൽഫയ്ക്കാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ആൽഫ പ്ലസ് ഡോ എഫ് ബൈ
dou y into dy by d alpha plus dou f by dou alpha into d alpha by d alpha. ഇവിടെ നമ്മൾ ഫസ്റ്റിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആക്കി എടുത്തത്, കാരണം എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 വേരിയബിൾസ്, അതുകൊണ്ടാണ് ഫസ്റ്റിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തത്. എക്സിൻ്റെയും വൈയുടെയും ആൽഫയും ഡിപ്പെൻഡ്സ് അപ്പോൺ എ സിംഗിൾ വേരിയബിൾ, അതുകൊണ്ടാണ് ഫുൾ ഡെറിവേറ്റീവ് ആ കേസിൽ എടുത്തത്. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഒബ്സർവേഷൻ. സോ ഇത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇനി നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ 2 ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡി ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഫൈ ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ഡി ആൽഫ, വിച്ച് ഈസ് ആക്ച്വലി ഫൈ ഡാഷ് ഓഫ് ആൽഫ. സിമിലർലി y is equal to psi of alpha, which implies dy by d alpha is equal to d psi of alpha divided by d alpha, which is equal to psi dash of alpha എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡി ആൽഫയ്ക്ക് പകരം നമുക്ക് ഫൈ ഡാഷ് ആൽഫ എന്നും ഡി വൈ ബൈ ഡി ആൽഫയ്ക്ക് പകരം സൈ ഡാഷ് ആൽഫ എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് this equation becomes dou f by dou x into phi dash alpha plus dou f by dou y into psi dash alpha plus dou f by dou alpha. d alpha by d alpha is actually 1 equal to 0. Now equation number 2 പറയുന്നത് എഫ് ആൽഫ ഓഫ് എക്സ് വൈ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു 0 എൻവലപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ എല്ലാം പോകുന്നത്. സോ ഇവിടെ ഡോ എഫ് ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ which can be termed as equation C. Equation C implies dou f by dou x into phi dash alpha plus dou f by dou y into psi dash alpha plus 0, which is equal to 0 implies 0. This implies നമ്മൾ ഒരു ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. dou f by dou x into phi dash alpha is equal to minus dou f by dou y into psi dash alpha എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈയെ ലെഫ്റ്റ് സൈഡിലേക്കും ഫൈ ഡാഷ് ആൽഫയെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരുമ്പോൾ ദിസ് ഇക്വേഷൻ ബിക്കംസ് നമുക്ക് psi dash അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ psi dash alpha divided by phi dash alpha is equal to minus dou f by dou x divided by dou f by dou y എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ psi dash alpha divided by phi dash alpha is equal to മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. നൗ നമുക്ക് ഒരു കർവ് ഓൾറെഡി തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ആൽഫ എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് കർവ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഓഫ് കർവ്സ് തന്നിട്ടുണ്ട്. ഈ ഫാമിലി ഓഫ് കർവ്സിൻ്റെ ടാൻജൻറ്റ് at the curve alpha is actually minus dou f by dou x is equal to dou f by dou y ആണ്. This is actually ഈ ഫാമിലി ഓഫ് കർവ്സിൻ്റെ at a particular പോയിന്റിൽ ആൽഫ എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ടാൻജൻറ്റ് ഇല്ല, slope of the tangent. And also അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കർവിൻ്റെ ടാൻജൻ്റായി, നമ്മുടെ കർവിൻ്റെ ഒരു പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായി.
നെക്സ്റ്റ് ഈസ് ആക്ച്വലി നമുക്ക് എൻവലപ്പ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ എന്നും വൈ ഈസ് ഈക്വൽ ടു സൈ ഓഫ് ആൽഫ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ വൈയും എക്സും വിത്ത് റെസ്പെക്ട് ടു സൈഡ് ആയതുകൊണ്ട് ഇതിനെ dy ബൈ ഡി ആൽഫ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ആൽഫ എന്ന് എഴുതാം. കാരണം ഇത് രണ്ടും ആൽഫയുടെ ടേംസിലാണ്. ദിസ് ഈസ് ആക്ച്വലി സൈ ഡാഷ് ആൽഫ ഡിവൈഡഡ് ബൈ, കാരണം y ഈസ് സൈ ഓഫ് ആൽഫ, ദിസ് ഈസ് ആക്ച്വലി ഫൈ ഡാഷ് ആൽഫ, ദിസ് ഈസ് എക്സ് ഈസ് ഇൻ ടേംസ് ഓഫ് ഫൈ. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് സ്ലോപ്പ് ഓഫ് ദ എൻവലപ്പ് വിച്ച് ഈസ് ആക്ച്വലി dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈ ഡാഷ് ആൽഫ ഡിവൈഡഡ് ബൈ ഫൈ ഡാഷ് ആൽഫ. സോ വിച്ച് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ എൻവലപ്പ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഓഫ് ദ എൻവലപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് സൈ ഡാഷ് ആൽഫ ഡിവൈഡഡ് ബൈ ഫൈ ഡാഷ് ആൽഫ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ ആയിട്ട് കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ ഡി. ഓക്കെ, ഇക്വേഷൻ ഡിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് സൈ ഡാഷ് ആൽഫ ഡിവൈഡഡ് ബൈ ഫൈ ഡാഷ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ. സോ ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഓഫ് കർവ്സിൻ്റെ അറ്റ് എ പോയിന്റ് ആൽഫ എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ലെഫ്റ്റ് സൈഡ് സൈ ഡാഷ് ആൽഫ ഡിവൈഡഡ് ബൈ ഫൈ ഡാഷ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ എൻവലപ്പിൻ്റെ ആൽഫ എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ടാൻജൻ്റ് സ്ലോപ്പ്. So these two are slopes, which means equation D implies എന്താണ് slope of the tangent at alpha of the family of curves is equal to slope of the tangent at alpha of the envelope. Okay, which means same പോയിന്റിൽ ഉള്ള ഫാമിലി ഓഫ് കർവ്സിൻ്റെ ടാൻജൻ്റ് സ്ലോപ്പും അതേ പോയിന്റിലുള്ള എൻവലപ്പിൻ്റെ സ്ലോപ്പും എന്താണ്, സെയിം ആണ്. സോ ഒരു പോയിന്റിൽ ഒന്നിലധികം ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പും സെയിം ആയതുകൊണ്ട് വിച്ച് മീൻസ് ദാറ്റ് ദ ടാൻജൻറ്റ് അറ്റ് ആൽഫ ഓഫ് ദ കർവ് ആൻഡ് ദി envelope ഈസ് സെയിം. കാരണം അതിൻ്റെ സ്ലോപ്പ് സെയിം ആണ്, പാസ് ചെയ്യുന്ന പോയിൻറ്റ്സും സെയിം ആണ്. വിച്ച് മീൻസ് ഈ രണ്ട് കർവ് നമ്മൾ കൺസിഡർ ചെയ്ത ഫാമിലി ഓഫ് കർവ്സിൻ്റെയും അതിൻ്റെ എൻവലപ്പിൻ്റെയും ടാൻജൻറ്റ് സെയിം ആണ്. സോ ടാൻജൻറ്റ് കർവിൻ്റെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ആ പോയിൻ്റാണ് നമ്മൾ ആൽഫ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ട് കർവിൻ്റെയും ടാൻജൻറ്റ് സെയിം ആണ്, വിച്ച് പാസസ് ടു ദ സെയിം പോയിന്റ് മീൻസ് envelope and the curve has a common point. കാരണം ഇതിൻ്റെ ടാൻജൻറ്റ് രണ്ട് കർവിൻ്റെ ടാൻജൻറ്റ് എൻവലപ്പിൻ്റെയും കർവിൻ്റെയും ടാൻജൻറ്റ് ഈസ് സെയിം വിച്ച് പാസസ് ടു ദ പോയിന്റ് ആൽഫ, വിച്ച് മീൻസ് എൻവലപ്പിനും കർവിനും കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് പാസ് ചെയ്യുന്ന പോയിൻ്റാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് എൻവലപ്പ് പാസസ് ത്രൂ എവരി കർവ്, അല്ലെങ്കിൽ എൻവലപ്പിനും എല്ലാ കർവിനും എല്ലാ ഇൻഡിവിജ്വൽ കർവിനും കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. വിച്ച് മീൻസ് എൻവലപ്പ് പാസസ് ത്രൂ ഈച്ച് ഓഫ് ദ കർവ്സ് ഇൻ ദ ഫാമിലി എന്നാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒബ്സർവേഷൻ വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടാൻജൻസ് ഓഫ് ദ കർവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് നോ മീനിങ്. So the remark is
actually remark is, so the above theorem is not valid on the points of the curve in which fx dou f by dou x which is equal to fx എന്ന് എഴുതാം partial derivative with respect to x and dou f by dou y which is the partial derivative with respect to y are both 0. കാരണം എങ്കിൽ അതിൻ്റെ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല വിച്ച് ഈസ് നോട്ട് എ കറക്റ്റ് ഫോം. സോ പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രെയിറ്റ് ലൈനും കർവ്സുമാണ്. സ്ട്രെയിറ്റ് ലൈനും കർവിൻ്റെ കേസിലും ഇങ്ങനെ രണ്ടും 0 ആകുന്ന കേസ് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെയും കോണിക്സിൻ്റെയും കേസിൽ ദിസ് ഈസ് നോട്ട് ആക്ച്വലി രണ്ടും 0 ആകുന്ന കേസിൽ വി ക്യാൻ ആക്ച്വലി പ്രൊസീഡ് ലൈക്ക് ദിസ്. ഓക്കെ, സോ പ്രത്യേകം ഒബ്സർവ് ചെയ്യുക, ഇത് 0 ആകുന്ന കേസിൽ വി കനോട്ട് പ്രൊസീഡ് ലൈക്ക് ദിസ്. സോ ഇൻ ദാറ്റ് കേസ് കർവും എൻവലപ്പും ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. Okay, so other than that case, or in the case of straight lines and conics, the curves and the envelope always touches. Okay, thank you.